ആക്ഷൻ ഇ ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സയൻസുമായി ബന്ധപ്പെട്ട PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. പന്നിയൂർ 1 താഴെ പറയുന്നവയിൽ ഏതിനം വിളയാണ്? അത് കുരുമുളകിന്റെയാണ്. കുരുമുളകിന്റെ ഇനമാണ് പന്നിയൂർ 1 മുതൽ 7 വരെ ഉണ്ട്. അതുപോലെ ശ്രീകര, ശുഭകര, അതുപോലെ കരിമുണ്ടൻ, അതുപോലെ കുതിരവേലി, ഇതൊക്കെ എന്തൊരു ഉദാഹരണമാണ്? കുരുമുളകിന്റെ ഇനങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് CPCRI. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. ഓക്കെ, ഈ കാസർഗോഡ് ഉള്ള ഈ തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ ഉണ്ടാക്കിയ തെങ്ങ് ഇനങ്ങളാണ് T/D, അതുപോലെ D/T. ഇവ രണ്ടും ഈ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ ഉണ്ടാക്കിയെടുത്ത തെങ്ങ് ഇനങ്ങളാണ്. ഓക്കെ, അതുപോലെ തെങ്ങിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഏത്? മണ്ടരി രോഗം. അത് വൈറസ് ആണ് കാരണം. ഓക്കെ, മണ്ടരി രോഗത്തിന് കാരണം എന്താണ്? വൈറസ് ആണ്. ഓക്കെ, അതുപോലെ സങ്കര ഇനം തെങ്ങിന്റെ ഇനങ്ങളാണ് ചന്ദ്രലക്ഷ. ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും തമ്മിൽ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ് എന്ത്? ചന്ദ്രലക്ഷ. ഓക്കെ, അതുപോലെ ചന്ദ്രശങ്കര. ചന്ദ്രശങ്കര എന്ന് പറയുന്നത് ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും തമ്മിലുള്ള സങ്കരയിനം തെങ്ങിന് തമ്മിൽ ക്രോസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അതുപോലെ ലക്ഷഗംഗ. ലക്ഷഗംഗ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറി, ഗംഗാ ബോന്തം, ഈ രണ്ട് ഇനങ്ങളും തമ്മിൽ ക്രോസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് എന്ത്? ലക്ഷഗംഗ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൗങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി ഏത്? കൗങ്ങിനെ ബാധിക്കുന്ന രോഗമാണ് മഹാളി. അതിന് കാരണം ഫംഗസ് ആണ്. അടുത്ത ചോദ്യം, ലോക വനദിനം ആചരിക്കുന്ന ദിവസം? മാർച്ച് 21. അടുത്തത്, അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആര്? ആവർത്തന പട്ടികയിൽ അറ്റോമിക നമ്പറിന്റെ അല്ലെങ്കിൽ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് ആരാണ്? മെന്റലീഫ് ആണ്. എന്നാൽ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. ഓക്കെ, അപ്പം മെന്റലീവിനെയാണ് നമ്മൾ ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. എന്നാൽ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. അതുപോലെ ഈ ക്രമാവർത്തന നിയമം അഥവാ പീരിയോഡിക് ലോ കൊണ്ടുവന്നത് ആരാ? മെന്റലീഫ് ആണ്. എന്നാൽ ആധുനിക ക്രമാവർത്തന നിയമം കൊണ്ടുവന്നത് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ക്ലോറിൻ കണ്ടുപിടിച്ചത് ആരാണ്? കാൾ ഷീലയാണ്. ഓക്കെ, കാൾ ഷീലയാണ് ക്ലോറിൻ കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രവൃത്തിയുടെ യൂണിറ്റ് ഏത്? പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ജൂൾ ആണ്. ജൂൾ അല്ലെങ്കിൽ എങ്ങനെ പറയാം? ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. ജൂൾ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. ഓക്കെ, പവറിന്റെ യൂണിറ്റ് ഏതാ? വാട്ട്. പവറിന്റെ യൂണിറ്റ് വാട്ട്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ജൂൾ പെർ സെക്കൻഡ്. ഓക്കെ, ജൂൾ പെർ സെക്കൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത്? ഹാൻസൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ്. ഓക്കെ, ഈ സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമാണ് ഏത്? കുഷ്ഠം എന്ന് പറയുന്നത്. ഓക്കെ, സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമാണ് കുഷ്ഠം. ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്നതും ഏതാണ്? കുഷ്ഠമാണ്. അതുപോലെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഏറ്റവും കുറഞ്ഞ പകർച്ചാ നിരക്കുള്ള ഒരു സാംക്രമിക രോഗമാണ് ഏത്? കുഷ്ഠം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മാഗ്നറ്റൈറ്റ് ഏതിന്റെ അയിരാണ്?
ഇരുമ്പിന്റെ അയിരാണ് ഇത് മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ് ഇതൊക്കെ ഇരുമ്പിന്റെ അയിരാണ്. മാഗ്നസൈറ്റ് എന്ന് പറയുന്നത് മഗ്നീഷ്യത്തിന്റെയാണ്. ഓക്കെ, ഡോളമൈറ്റ്, മാഗ്നസൈറ്റ്, കാൽസൈറ്റ് എന്നിവ മഗ്നീഷ്യത്തിന്റെ. അപ്പൊ കാൽസ്യത്തിന്റെ ഏതാ? ജിപ്സം, ഫ്ലൂസ്പാർ ഇതൊക്കെയാണ് കാൽസ്യത്തിന്റെ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരൗൺസ് എത്ര ഗ്രാം? ഒരൗൺസ് എന്ന് പറയുന്നത് 28.35 ഗ്രാം ആണ്. ഓക്കെ, ഒരൗൺസ് എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ്? 28.35 ഗ്രാം. താങ്ക് യു. ഇത്തരം വീഡിയോസ് കൂടുതൽ ലഭിക്കാനായി ഡയറക്ഷൻ ഇ ലേണിംഗ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്